ഇന്ന് നമ്മൾ ചോറുള്ള പള്ളിയിൽ നോമ്പറക്കാൻ പോണ ദിവസം അസ്രസ്കാരത്തിന് ശേഷം നോമ്പ് തലക്ക് പിടിച്ചിരുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്കൻ പിന്നെ അലാരം വെച്ചതുകൊണ്ട് അലാരം അടിച്ചതൊന്നും ഓൻ അറിഞ്ഞിട്ടില്ല. അലാരം വെക്കാത്ത ഞാൻ ഓന്റെ അലാരം വെച്ച് ഞാൻ എണീച്ചു. ഓനക്ക് നോമ്പറക്കണ്ടെങ്കിലും നമുക്ക് നോമ്പറക്കണല്ലോ, അതുകൊണ്ട് ഞാൻ എണീച്ചു. ഏതോ കുട്ടിനെ കണ്ട പൊലിവിലാണ് ഓൻ നിൽക്കുക. ഓൻ നോക്കിയതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയില്ല. ഈസി പിന്നെ കറക്റ്റ് ടൈമിന് എത്തണോ ഓനെ നമ്മളെ വിളിക്കാൻ നിന്ന്. റമളാനിന് മാത്രം നോമ്പറക്കാൻ കറക്റ്റ് ടൈമിൽ വരുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6:35 ബാങ്കിന് ഓൻ 6:33 എത്തുള്ളൂ. എന്താ കൃത്യനിഷ്ഠ. ചോറുള്ള പള്ളി എന്ന ഗ്രൂപ്പിൽ ഞങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയൊക്കെ നോമ്പിന് ചോറിട്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ലക്ഷ്യം വിടാതെ ഞങ്ങൾ വണ്ടി എടുത്ത്. അതുകൊണ്ട് തന്നെ എന്താ എങ്ങനെയെന്ന് നമുക്കറിയില്ല. കിട്ടുന്ന പള്ളിയിൽ നമ്മൾ നിർത്തും. എന്നാലും ചോറാണല്ലോ ലക്ഷ്യം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ മർക്കസ് പള്ളിയിലെത്തി. നോമ്പറക്കാൻ 5 മിനിറ്റും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അധികം കറങ്ങാൻ നിന്ന്. ഇനി കറങ്ങിയാൽ നോമ്പ് പാത്തിലോ. അപ്പുറത്ത് ജ്യൂസ് കട കണ്ട പൊലിവിലാണ് അസ്ലം നിൽക്കുന്നത്. റേസ് നേരെ പോയത് ഒലു ഉണ്ടാക്കാൻ. ഞങ്ങൾ ചെരുപ്പ് സേഫ് ആക്കിയിട്ട് ഞങ്ങൾ ഒലു എടുക്കണുള്ളൂ. കാരണം കഴിഞ്ഞ നോമ്പിന് ഇവന്റെ ചെരുപ്പ് പോയ ക്ഷീണം ഇതുവരെ ഞങ്ങൾക്ക് മാറിയിട്ടില്ല. 250 ചെരുപ്പ് ആയതുകൊണ്ടല്ല, പോയാൽ ഒരു വിഷമം. ചെരുപ്പ് സേഫ് ആക്കി വന്നപ്പോഴേക്കും റേസിന് നമ്മളെ മനസ്സിലാവണ്ടായി. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളെ കാത്തുന്ന ഓന്റെ സീറ്റ് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? റമളാനിന് മാത്രം തൊപ്പിട്ട് നടക്കുന്ന ആ ഒരു മാന്യ എന്താ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. കോഴിക്കോട് ടൗണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന നോമ്പുതുറയാണെന്ന മർക്കസ് എന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകൾക്ക് അവരവിടെ നോമ്പുതുറ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നോമ്പും പറഞ്ഞ് ഞങ്ങൾ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് തരിക്കഞ്ഞി കുടിക്കാനാണ്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തരിക്കഞ്ഞി നിർബന്ധം. 20 രൂപയാണെങ്കിലും സാധനം കൊള്ളാം. നോമ്പിന് മാത്രം കിട്ടുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ കുടിച്ചു നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന ഓരോരുത്തർക്കായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കൽ തുടങ്ങി. അങ്ങനെ സാധനം കൊള്ളാം, ബാക്കി പിന്നെ